ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ അനുമോൾ കുറച്ചധികം തന്നെ കാര്യങ്ങൾ ലൈവിൽ പറയുന്നുണ്ട്. അതായത് എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലും ഏത് ഫ്രണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ ഇനിയിപ്പോൾ എൻ്റെ വർക്കും ഫാമിലിയായിട്ടൊക്കെ അങ്ങ് പോകും. അതിനുശേഷം ഇപ്പോൾ കൊച്ചിയിൽ വന്നാൽ കാണാം, അതല്ലെങ്കിൽ ഫോൺ വിളിച്ച് സംസാരിക്കാം. അത്രമാത്രമേ നമുക്കെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ എൻ്റെ ബിസി സ്കെഡ്യൂളിൽ ഞാൻ അങ്ങനെ പോകുമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ ശരിക്കും അപ്പാണിക്കും അതേപോലെ തന്നെ അക്ബറിനും കൊള്ളുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു റിയൽ ഫ്രണ്ട്. അപ്പം നീ ഇവിടുത്തെ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നപ്പോൾ ഇത് വെറുതെ ആയിരുന്നല്ലേ എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഞങ്ങളെ കണ്ടില്ലേ, പിന്നിൽ നിന്ന് പോലും കുത്തത്തില്ല, അത്രയധികം തന്നെ സ്ട്രോങ് ആണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത് അപ്പാണിക്ക് പറയാം, പക്ഷേ എങ്കിൽ അക്ബറിനത് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പാണി സൈഡിലുള്ള പ്രവൃത്തികളൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം. അത് ഗെയിമിൻ്റെ സ്പിരിറ്റിലായിട്ട് എടുത്താൽ കുഴപ്പമില്ല. ഇതിപ്പോൾ എന്താണ് അപ്പാണി അക്ബറിനെ പറ്റി പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ല, കുറ്റം പറഞ്ഞിട്ടില്ല എന്നൊക്കെയല്ലേ കേട്ടിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവൻ പൊട്ടനാണ്, അവൻ പേടിച്ചു തൂർന്നാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പാണി പറഞ്ഞിട്ടുള്ള അക്ബറിനെ പറ്റി. അക്ബർ ഒരു വാക്കുകൊണ്ട് പോലും അങ്ങനെ പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷേ എങ്കിൽ അപ്പാണി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരിക്കാം, എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല. അത് മാത്രമേ ഏത് ഫ്രണ്ടാണെങ്കിലും നമുക്കൊക്കെ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവർ ഈ കാണിക്കുന്ന ഈ ഒരു ഷോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആർട്ടിഫിഷ്യലാണ്. കാരണം എല്ലാവർക്കും ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും എല്ലാ ദിവസവും വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ആരും വിളിക്കില്ല. അപ്പോൾ അത് അനുമോൾ കൃത്യമായ രീതിയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെന്തൊരു മോശം പ്രവൃത്തിനെ പോലെ ആക്കിയെടുക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നുണ്ട്. കെട്ടിപ്പിടിച്ചോളൂ എപ്പിസോഡൊക്കെ കണ്ടതിന് ശേഷം. അതായത് നിങ്ങൾ കാണാതിരുന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും സൗഹൃദം നല്ല രീതിയിൽ തന്നെ പോകും. പക്ഷേ ഇവരെല്ലാം കാണില്ല എന്ന് പറഞ്ഞിട്ട് കുത്തിയിരുന്ന് കാണും. ഇവരൊക്കെ എന്നെപ്പറ്റി പറഞ്ഞെന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഞങ്ങൾ കാണാറൊന്നും ഇല്ല കേട്ടോ എന്നുള്ള രീതിയിൽ പറയും. എന്തായാലും കൊള്ളാം, നമുക്ക് നോക്കാം ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ ഏത് രീതിയിൽ പോകുമെന്നുള്ളത്.